വികേന്ദ്രീകൃത ഉൽപാദനം പോലെ തന്നെ വികേന്ദ്രീകൃത ഉടമസ്ഥതയും അതിലടങ്ങിയിരുന്നു. സേവനയുടെ സ്ഥാപനോദ്ദേശത്തെപ്പറ്റി ചോദിച്ചാൽ തീർച്ചയായും ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനിയുടെ പ്രധാന ഉദ്ദേശം അതിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ന്യായമായ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും കൊടുക്കുക. അതുതന്നെയാണ് സേവനയുടെയും പ്രധാനമായ കർത്തവ്യം. രണ്ടാമത്തെ കർത്തവ്യം, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് എല്ലാ വർഷവും ന്യായമായ ഡിവിഡൻഡ് കൊടുക്കുക. ഇതിലുമുപരി സേവനയ്ക്ക് അതിൻ്റെതായ മറ്റുദ്ദേശങ്ങൾ കൂടെയുണ്ട്. സേവന ഇലക്ട്രിക്കൽ അപ്ലയൻസസ് കിഴക്കമ്പലം എന്ന ചെറു കുഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിൽ ഒരു വ്യവസായ വിപ്ലവം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ റെവല്യൂഷനല്ല, ഇറ്റ് ഈസ് ആൻ എവല്യൂഷൻ. ഒരു വ്യവസായത്തിന്റെ എവല്യൂഷൻ ഇവിടെ ഉണ്ടാക്കണമെന്നുകൂടെ ആണ് ഇതിന്റെ പിന്നിലുള്ള മറ്റൊരു ഉദ്ദേശം. സേവനമെന്ന വിചാരത്തിന് ജീവിതത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഒരു കോളം വരച്ചിട്ട ഫിലിപ്പോസ് എന്ന മനുഷ്യന് തന്റെ വ്യവസായ ജീവിതത്തിൽ ഒടുങ്ങാത്ത സൌഹൃദത്തിന്റെ ഒരു തിരുനാളം കൂട്ടിനുണ്ട്. 1962 എഞ്ചിനീയറിംഗ് പഠനത്തിന് ആന്ധ്രയിലെ വാറങ്ങിലേക്ക് വണ്ടി കയറിയ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന നാട്ടുകാരനായ രാജൻ പോൾ എന്ന സീനിയർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിൽ പിൽക്കാലത്ത് പ്രവർത്തിച്ച രാജൻ പോൾ 1983 ഖത്തറിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. കഴുത്തിന് താഴെ നിശ്ചലമായെങ്കിലും വിധിക്ക് രാജൻ പോൾ എന്ന എഞ്ചിനീയറെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ശരീരത്തിന്റെ തളർച്ചയെ വെല്ലുന്ന മാനസികമായ ഐക്യത്തിലൂടെ ഫിലിപ്പോസ് തന്റെ സുഹൃത്തിനെ വീണ്ടും കർമ്മകാണ്ഡത്തിലേക്ക് എത്തിച്ചു. 1960-65 കാലഘട്ടത്തിൽ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ആന്ധ്രാപ്രദേശിൽ പഠിക്കാനിടയായി. അപ്പോഴാണ് എന്റെ തൊട്ട് ജൂനിയർ ബാച്ചിൽ CB ഫിലിപ്പോസ്, ചെറുപ്പകാലത്ത് പരിചയമുള്ള വീട്ടുനിലയിൽ അടുപ്പമുള്ള 2 സ്റ്റുഡൻസ് വീണ്ടും ഒരുമിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് കാലഘട്ടത്തിൽ ഒരുമിച്ച് 4 കൊല്ലം പഠിക്കാനായിട്ട് ഇടകിട്ടി. ഞങ്ങൾ സാധാരണ ഈ പുറമെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ വളരെ കൂടുതൽ ബോണ്ടേജ് ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഫിലിപ്പോസുമായിട്ടും എല്ലാം വളരെ കൂടുതൽ ബോണ്ടേജ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഒരിക്കലും ഉള്ള സ്റ്റെബിലിറ്റി എല്ലാം വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്നുള്ളൊരു ചോദ്യം എന്റെ മുമ്പിൽ അങ്ങനെ വരുമ്പോഴാണ് ദൈവമയച്ച ഒരു ദൈവദൂതനെ പോലെ വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് ഫിലിപ്പോസ് കടന്നു വരുന്നത്. അദ്ദേഹം എന്നെ ജോലിക്ക് പ്രേരിപ്പിച്ചു എന്ന് മാത്രമല്ല, ഞാനും വന്ന് അദ്ദേഹത്തിന്റെ കൂടെ സഹകാരിയായി പ്രവർത്തിച്ചുകൊണ്ട് സേവന എന്ന കമ്പനിയും അതുപോലെയുള്ള ഞങ്ങളുടെ മറ്റ് വ്യാവസായികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും അതിനുള്ള എല്ലാ ചുറ്റുപാടുകളും അദ്ദേഹം ഒരുക്കി തരികയും ചെയ്തു. പുത്തൻ ആശയങ്ങളുമായി ഇന്ന് സേവനയിലെ ഡിസൈൻ, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്നിവയുടെയെല്ലാം ഉത്തരവാദിത്തം രാജൻ പോൾ വഹിക്കുന്നു. പൂർണ്ണമായും ശയ്യാവലംബനായ രാജൻ പോളിന്റെ പരിചരണങ്ങൾക്കിടയിൽ